തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചില ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. മന്ത്രി വീണ ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള എന്തെങ്കിലും സാധ്യത അവർക്ക് ബാക്കി തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തം അത് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതിന് തൊട്ടു പിന്നാലെ അവിടെ നടത്തിയ ICU മാറ്റത്തിൽ രോഗികൾ മരിച്ചു എന്ന ഗൗരവകരമായ സത്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിപക്ഷം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധമോ ഒന്നുമാക്കിയിട്ടില്ല. മറിച്ച് മരിച്ച രോഗികളുടെ ബന്ധുക്കൾ തന്നെയാണ് ഇപ്പോൾ വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ബൈക്ക് അപകടത്തെ തുടർന്ന് മരിച്ച തിരുവനന്തപുരത്തെ തന്നെ നെയ്യാറ്റിൻകര സ്വദേശി സനീഷ്, ആ സനീഷിന്റെ ബന്ധുക്കളാണ് ആദ്യം പരാതിയുമായി രംഗത്ത് വന്നത്. തീപിടുത്തത്തിന് ശേഷമാണ് സനീഷിന്റെ നില വഷളായത് എന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ചികിത്സ അവിടെ നിന്നും ഒരു ഉത്തരവാദിത്വമില്ലാത്ത തരത്തിൽ മാറിയപ്പോഴാണ് നില വഷളായതും മരണത്തിലേക്ക് പോയത് എന്നും ബന്ധുക്കൾ പറയുകയാണ്. അതിന് സമാനമായി തന്നെ ഓയൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ നില വഷളായതും ഈ ICU മാറ്റത്തിന് ശേഷമെന്ന് ബന്ധുക്കൾ പറയുന്നു. അതിനവർ ഒരുപാട് തെളിവുകൾ നിരത്തുന്നുണ്ട്. പക്ഷെ വീണ ജോർജിൻ്റെ വകുപ്പായതുകൊണ്ട് അതിന് ഒറ്റ സ്വഭാവം മാത്രമേ ഉള്ളൂ, ഇത് നിഷേധിക്കുക എന്നുള്ളത്. അതുപ്രകാരം ആരോപണം നിഷേധിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നപ്പോഴെല്ലാം വീണ ജോർജ് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുകയും റിപ്പോർട്ടിൽ വീണ ജോർജിന് ആവശ്യമുള്ള ഉത്തരങ്ങൾ ലഭിക്കുകയും അത് നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. ഇപ്പോൾ വീണ ജോർജ് ആറന്മുളയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. എങ്കിലും നടക്കാൻ പോകുന്നത് ഇത്ര മാത്രം. പക്ഷേ രോഗികൾ ഇങ്ങനെ കേരളത്തിൻ്റെ ആശുപത്രികളിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന അതീവ ഗൗരവകരമായ സംഭവങ്ങളാണ് ഇതും കണ്ടത്. അതായത് നമുക്കറിയാം, ഇക്കഴിഞ്ഞ മാർച്ച് 17-നാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിന് തീപിടുത്തമുണ്ടായത്. ഈ ആശുപത്രികൾ പോലെയുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ എങ്ങനെയാണ് ഈ തീപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് കേരളത്തിൽ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത്. ആശുപത്രിയിൽ തീപിടിച്ച് രോഗികൾ മരിക്കുക, ആശുപത്രി കെട്ടിടം തന്നെ തകർന്ന് രോഗികൾ മരിക്കുക, അല്ലെങ്കിൽ കൂട്ടിരിപ്പിന് വന്നവർ മരിക്കുക. തീപിടുത്തത്തെ തുടർന്ന് ICUവിലുള്ള രോഗികളെയും സ്റ്റാഫിനെയും ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും അവിടെയും നടന്നത് ഈ മരണമെന്ന് പറയുമ്പോൾ വലിയ സംഭവം തന്നെയാണത്. തീപിടുത്തമുണ്ടായ ദിവസം 12:45-നാണ് കൃഷ്ണൻകുട്ടി മരിച്ചത്. സനീഷ് മരിച്ചത് തീപിടുത്തമുണ്ടായതിൻ്റെ പിറ്റേന്ന് രാവിലെയാണ്. എന്നാൽ ആരോപണം ഒക്കെ നിഷേധിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ രംഗത്ത് വരുന്നു. രോഗികളെയെല്ലാം കൃത്യമായാണ് ICUവിലേക്ക് മാറ്റിയത് എന്നും തീപിടുത്തം മരണകാരണമായിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഗുരുതരാവസ്ഥയിലായിരുന്ന രോഗികളാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ ഒരു അസ്വാഭാവികത കാണുന്നില്ലേ എന്ന് തോന്നുന്നു. കാരണം ICUവിൽ ഉണ്ടാകുന്നത് എല്ലാം തന്നെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ തന്നെയാണ്. അവരെ അത്രയും നന്നായി ശുശ്രൂഷിക്കേണ്ട സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുമാറ്റിയത് തന്നെയാണ് മരണകാരണം എന്ന് പറയുമ്പോൾ ഈ തീപിടുത്തം തന്നെയാണ് ഒരു മരണകാരണം എന്ന് പറയേണ്ടി വരും. ഇത് ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയാണെന്ന് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, അത് ആരോഗ്യമന്ത്രിയുടെ അനാസ്ഥയുടെ ഒരു ഭാഗമാണ്. കേരളത്തിൽ 5 വർഷമായി വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ആളെ കൊല്ലുന്നത് മാത്രമാണ്. പലയിടങ്ങളിൽ പലതരത്തിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആരോഗ്യമന്ത്രിയുടെ മാത്രം ഭരണം കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു മന്ത്രി ആറന്മുളയിൽ പോയി വീണ്ടും തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് നേരെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. താൻ ഇതുവരെ വഹിച്ച പദവികൾ, താൻ ഇതുവരെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ എല്ലാം മറന്നുകൊണ്ട് എല്ലാത്തിലും പരാജയപ്പെട്ടുകൊണ്ട് വീണ്ടും ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിനായി കാണുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമായി മാറുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കണ്ടത്.